ഇന്ന് നമുക്ക് ഒരു ഉപ്പുമാവും കടലക്കറിയും ഉണ്ടാക്കാം. അതിനായി കടല കുതിർത്തത് കുക്കറിലാക്കി ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാനായി ഇഞ്ചി കൊത്തിയരിഞ്ഞത്, ബീൻസ്, ക്യാരറ്റ്, കറിവേപ്പില, പച്ചമുളക്, സവാള എന്നിവ. ഇത് കടലക്കറിക്കായിട്ട് സവാള, പച്ചമുളക്, തക്കാളി, മല്ലിയില, പിന്നെ പെരുംജീരകവും ഏലക്കായും കൂടി ഇടിച്ചതാണ് കേട്ടോ. നമുക്ക് അതിനായി ആദ്യം കടലക്കറി ഓയിലൊഴിച്ച് കൊടുക്കാം. കടുകിട്ടു, മുളകിട്ടു, ഇടിച്ച് വെച്ച പെരുംജീരകവും ഏലക്കായും ഒന്ന് മൂത്ത് വരട്ടെ. നല്ലൊരു മണം വരും. മണം വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് സവാള ഇട്ട് കൊടുക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ഇട്ട് നല്ലോണം ചുവന്ന് വരുമ്പോൾ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട്, ഞാനിപ്പോൾ വേവിച്ച് വെച്ച കടലയുടെ വെള്ളമാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ആ വെള്ളം തന്നെ മതിയാവും. ശേഷം 2-3 വിസിൽ വന്നതിന് ശേഷം നല്ലോണം ഉടച്ചെടുക്കാം. ഉടച്ചെടുത്തതിന് ശേഷം കടലയും ചേർത്ത് ഒന്ന് കുറുകി വരുമ്പോൾ കടല കുറച്ചെടുത്ത് അരച്ച് പേസ്റ്റാക്കി അതിൽ ചേർക്കുക. ശേഷം തേങ്ങാപ്പാലും ചേർത്ത് മല്ലിയിലയും ചേർത്ത് നമുക്ക് കറി റെഡിയായി കഴിഞ്ഞു. ഉപ്പുമാവിനായി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. കടുകിടാം, മുളക്, ഉഴുന്നുപരിപ്പ്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. സവാള, ക്യാരറ്റ്, ബീൻസ്, ഇഞ്ചി കൊത്തിയരിഞ്ഞത്, പച്ചമുളക് എല്ലാം ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലോണം വരണ്ട് വരേണ്ട കാര്യമില്ല. ഉപ്പും ചേർത്ത് റവയും ചേർത്ത് നല്ലോണം നമുക്ക് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. നെയ്യിൽ കിടന്നിങ്ങനെ വറുത്ത് വരുമ്പോഴാണ് കേട്ടോ റവയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പകരം ഓയിലും ഒഴിക്കാം. ഞാൻ കുറച്ച് ഓയിലും കുറച്ച് നെയ്യുമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് തിളച്ച വെള്ളം ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ച് ഇളക്കിയെടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ച് തവിയുടെ തുമ്പ് കൊണ്ട് വേണം ഇളക്കി കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂടി വയ്ക്കുകയും തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. വെള്ളം തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ചൂടായ വെള്ളം തന്നെ കുറച്ചുകൂടി ഒഴിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല തുരുതുരാന്നുള്ളൊരു ഉപ്പുമാവാണ് ഇവിടെ കിട്ടുന്നത്. മിക്കവരും പറയാറുണ്ട് ഉപ്പുമാവ് കട്ട പിടിച്ച് പോകാറുണ്ടെന്ന്. ഇതങ്ങനെ ഉണ്ടാവില്ല. എന്നിട്ട് തേങ്ങയും ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത് തവിയുടെ ആ പരന്ന ഭാഗമുണ്ടല്ലോ, അത് ഉപയോഗിച്ചാണ് കേട്ടോ. അത് നമുക്ക് ഈ കട്ട പിടിച്ചതൊക്കെ നമുക്കൊന്ന് ഇളക്കി നല്ലോണം ഉടച്ചെടുക്കാൻ പറ്റും. നല്ലോണം ഇളക്കി മൂടി വെക്കണം. 2-3 പ്രാവശ്യം ഞാനിത് വീഡിയോയിൽ വിട്ടുപോയതാണ്. 2-3 പ്രാവശ്യം ഇളക്കി മൂടി വെച്ച് എന്നിട്ട് വേണം അങ്ങനെ ആക്കാനായിട്ട്. എന്നിട്ട് മല്ലിയിലയും ചേർത്ത് നമുക്ക് ഇളക്കിയെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തുരുതുരാന്നുള്ള ഉപ്പുമാവാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കടലക്കറിയും ചേർത്ത് നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, താങ്ക് യു.